സെലിബ്രേറ്റ് വെറുതെയുള്ള ഭാര്യ സീസൺ 3 പവർഡ് ബൈ വിവലിലേക്ക് സ്വാഗതം. സ്ത്രീകളുമായിട്ട് ആണ് കൂടുതൽ കംഫർട്ടബിൾ. ക്വസ്റ്റ്യൻ ഇങ്ങനെ വളച്ചു പിടിച്ച് പറയാം, ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. ഒന്നുകൂടെ ദേഷ്യം വരുന്നുണ്ടോ? ഏതൊക്കെയാണ് സുമേഷിന്റെ ദൗർബല്യം? 3 കുറവുകൾ പറയൂ. ദൗർബല്യം കുറവുകളാണ് പറയുന്നത്. എന്താ ഇരുട് റൂമും ഒന്നും മനസ്സിലാവുന്നു. ഉത്തരം വന്നു. അതെ, ചീഫ് വിപ്പ്. വായി തോന്നി എന്തും പറയുന്ന ആളായിരിക്കണം. നമ്മുടെ സ്പെഷ്യൽ ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം പാർവതി ചേച്ചി ആൻഡ് അംബിക ചേച്ചി. നമ്മളുടെ സ്വന്തം ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ലക്ഷ്മി, ലെനി, ശാശ്വതി. പേഴ്സണാലിറ്റി അസസ്മെന്റിന് വരാൻ പോണത് സിറിലാണ്. സിറിൽ, ഹായ്. കണ്ണിങ്ങനെ കെട്ടിയിരിക്കുന്നത് കംഫർട്ടബിൾ ആണോ? കുഴപ്പമില്ല. കണ്ണിലെ ആ കെട്ട് അഴിച്ചോളൂ. സിറിലിന്റെ സൗഹൃദങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എത്ര സുഹൃത്തുക്കളുണ്ട് സിറിലിന്? ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, എണ്ണമറ്റ സുഹൃത്തുക്കൾ എന്ന് പറയാം. പക്ഷെ നിങ്ങൾക്ക് ആരോടും ആത്മാർത്ഥതയില്ല, എല്ലാം വെറുതെ ഒരു ഹായ് ബൈ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ചോദ്യം എന്താന്ന്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത് തന്നെ ക്ലിയർ ആണ്. നിങ്ങൾക്ക് അടുത്ത സുഹൃത്തുക്കളില്ല എന്നതാണ് സത്യം. അല്ല, കുറെ പരിചയക്കാരുണ്ട് കാര്യങ്ങൾ തീർച്ചയായും നടപ്പിലാക്കാൻ അല്ല. വേണ്ടി. അല്ല, തീർച്ചയായും അല്ല. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ പിന്നെ ഏറ്റവും വലിയ ഫ്രണ്ട് ആയത് എൻ്റെ വൈഫ് അനുവാണ്. സിറിൽ സ്ത്രീകളുമായിട്ട് ആണ് കൂടുതൽ കംഫർട്ടബിൾ. മറ്റ് പുരുഷന്മാരുമായിട്ട് ഇടപഴകുമ്പോൾ വളരെ ഇൻഫീരിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരെ സുഹൃത്തുക്കളായിട്ട് നിലനിർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ഇങ്ങനെ വളച്ചു പിടിച്ച് പറയാം, ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. ഒന്നുകൂടെ സംസാരിക്കും. എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഇല്ല. കുടുംബജീവിതത്തിൽ പുരുഷനാണോ സ്ത്രീയാണോ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത്? രണ്ടുപേരും തുല്യസ്ഥാനം അർഹിക്കുന്നവരാണ്. അങ്ങനെയാകുമ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടാവില്ലേ? 50-50 ഫൈറ്റ് വരത്തില്ലല്ലോ. സ്നേഹത്തോടെ ജീവിക്കുന്നില്ല, ഇവിടെ ഫൈറ്റ് വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളെക്കാളും കഴിവുള്ള ആളാണ്, കുറേയധികം കപ്പാസിറ്റീസ് കൂടുതലുണ്ട് എന്ന ചില ചിന്തകളെങ്കിലും ഓർഗനൈസ്ഡ് ആണ് എന്നത് ചില സമയത്തെങ്കിലും നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെന്നല്ല പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും ഒരേ കാലിബറിൽ നിൽക്കുന്നവരാണ്. അനുവിൻ്റേതായ രീതിയിലുള്ള കഴിവുകളുണ്ട്, എനിക്ക് എൻ്റേതായ കഴിവുകളുണ്ട്. അപ്പം എനിക്ക് പല സ്ഥലങ്ങളിലും പ്രകടിപ്പിക്കാൻ പറ്റാത്ത കഴിവുകൾ അനുവിൽ കൂടിയാണ് ഞാൻ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഈ അനു നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെ ഹാപ്പിയാണോ? 100% ഹാപ്പിയാണ്. ഒരു കംപ്ലൈൻറ്റ് പോലും സ്വന്തം സ്വഭാവത്തെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല? അനു പറയുന്ന ഒരു ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എൻ്റെ പെട്ടെന്നായിട്ട് ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പെട്ടെന്ന് എന്തെങ്കിലും കാണുമ്പോൾ റിയാക്ട് ചെയ്യുന്ന, പെട്ടെന്ന് ഞാൻ സഡനായിട്ട് ദേഷ്യപ്പെടും. പക്ഷേ ദേഷ്യപ്പെടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആത്മനിയന്ത്രണം ഇല്ലാത്തൊരു വ്യക്തിയാണെന്നാണ്. ആത്മനിയന്ത്രണമില്ല, അത് വിട്ടൊന്നും പോകത്തില്ല. പെട്ടെന്ന് ദേഷ്യപ്പെടും. വിത്തിൻ 2 സെക്കൻഡ് തന്നെ ഞാനത് തിരിച്ച് കംബാക്ക് ചെയ്യും. ഭാര്യയെക്കുറിച്ച് എപ്പോഴെങ്കിലും സ്വാർത്ഥത തോന്നിയിട്ടുണ്ടോ? സ്വാർത്ഥത ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായി. പൊസസീവ്നെസ്, അഹങ്കാരം തോന്നിയിട്ടുണ്ട്. എന്തിന്? നല്ലൊരു ഭാര്യയെ കിട്ടിയെന്ന്. ലോകത്തിൽ ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല ഭാര്യമാരുണ്ട്. അല്ല, എനിക്ക് അഹങ്കരിക്കാനായിട്ട് എന്താ ഉള്ളത്? എനിക്ക് അഹങ്കരിക്കാൻ എൻ്റെ ഭാര്യയേ ഉള്ളൂ. ലോകത്തുള്ള ആൾക്കാരുടെ ഭാര്യമാരെ വെച്ച് എനിക്ക് അഹങ്കരിക്കാൻ പറ്റും. അപ്പൊ താങ്കൾക്ക് ലോകത്ത് വേറെ ഒന്നുമില്ല അഹങ്കരിക്കാനായി? എനിക്ക് അഹങ്കരിക്കാനായി എൻ്റെ കുടുംബമേ ഉള്ളൂ മെയിനായിട്ട്. അനുവിന് ഒരു സ്റ്റഡി ആയിട്ടുള്ള ഇൻകം ഇല്ലായിരുന്നുവെങ്കിൽ, ഈ ബിസിനസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? പലപ്പോഴും അനു ഏൺ ചെയ്യുന്നത് കൊണ്ടല്ലേ
ആ ഒരു സ്റ്റഡി ഇൻകം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്? ഇല്ല, ഞാൻ ഓൾറെഡി അനുവിനെ മാരി ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേറെ കമ്പനി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടാണ് പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ ഒറ്റയ്ക്ക് തുടങ്ങിയ വെഞ്ചറാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഇൻകം ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലി പരമായിട്ട് ഇൻകം ഉണ്ട്. സിറിലിന്റെ അഭിപ്രായത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മോശമായ പ്രവൃത്തി എന്താണ്? ഇത്ര അധികം ആലോചിക്കാനുണ്ട്. ദേഹ ഉപദ്രവം ചെയ്യുന്നതായിരിക്കും. ദേഹത്തിൽ അടിക്കുക അല്ലെങ്കിൽ അങ്ങനെ അവരുടെ മേൽ ഡോമിനേറ്റിംഗ് ആയിട്ട് സംസാരിക്കുക, അതാണ് ഏറ്റവും വലിയ ദ്രോഹം. സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷനിൽ പലപ്പോഴും നിങ്ങളുടെ ലോജിക്ക് പ്രവർത്തിക്കാറില്ല. തീർച്ചയായും എനിക്ക് ലോജിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഒരു മീഡിയം സ്ട്രെസ്സിൽ എൻ്റെ ലോജിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചുമ്മാ ടെൻഷനൊന്നും ഇല്ലെങ്കിൽ ഞാൻ ചുമ്മാ നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങളെ സെലക്ഷന് കിട്ടി എന്ന് ശ്വേതാജി വന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. അവിടെ നിങ്ങൾ വളരെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇല്ല, ഞാൻ ഇപ്പോഴും ഞാനത് വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ കൺസിഡർ ചെയ്തത് എനിക്ക് വീട് തന്ന ആ ഹൗസ് ഓണറിനെയാണ് അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്തത്. കാരണം അദ്ദേഹത്തിന് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഇന്നലെ കാണുന്ന നിങ്ങളെയല്ല, ആ വന്ന അദ്ദേഹത്തെ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമേ ശ്രമിച്ചുള്ളൂ. അദ്ദേഹത്തിന് ഒരു മോശമായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുമെന്ന് മാത്രമേ. നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമായിരുന്നു. താങ്ക് യു. സിറിൽ തൻ്റെ അവലോകന സമയത്ത് ആശയവിനിമയ ശേഷി കൃത്യമായി പ്രകടമാക്കിയ ഒരാളാണ്. എങ്കിലും വരികൾക്കിടയിൽ വായിക്കുമ്പോൾ ചില സംഗതികളിൽ അദ്ദേഹം മായം കലർത്തുന്നുണ്ടോ, തൻ്റെ മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ വരുത്താതെ തന്നെ അടിസ്ഥാന ആശയങ്ങൾ നുണ പറയേണ്ടി വരുന്ന ചില ശൈലികൾ ഒക്കെ അദ്ദേഹത്തിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അനുവിന് ഇഷ്ടപ്പെടാത്ത സിറിലിൻ്റെ ഏത് പ്രവൃത്തികളാണ് അനുവിനെ ചിലപ്പോഴെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്? മിക്കവാറും തന്നെ ഡ്രൈവിങ്ങിൻ്റെ കേസിലാണ് പ്രശ്നം വരാറ്. അതായത് ഞാൻ ഇച്ചിരി സേഫ് സൈഡിൽ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ഡ്രൈവിംഗ് അല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. വൈകുന്നേരം ലേറ്റായിട്ടിരുന്ന് ലാപ്ടോപ്പിൽ യൂട്യൂബിൽ കുറേ വീഡിയോസും ഒക്കെ കണ്ടിട്ടേ കിടക്കാറുള്ളൂ, അല്ലെ സിനിമ കാണുന്നുണ്ട്. അപ്പം ഞാൻ മിക്കവാറും നേരത്തെ കിടക്കണം എന്നുള്ളത് എനിക്ക് ഒരു കാര്യം. നേരത്തെ കിടന്നുറങ്ങുന്നു, അദ്ദേഹം ഒരുപാട് സിനിമയെ കണ്ടു കഴിഞ്ഞ് താമസിച്ചാണ് കിടക്കുക. ഇതൊരു മിക്കവാറും ഒരു പ്രശ്നം വരാറുണ്ട്. പ്രശ്നം എന്നല്ല, ഞാൻ പറയുന്ന കേസാണത്. പറയുന്നത് എന്ന് പറയുമ്പോൾ പലതവണ ഇത് ആവർത്തിക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല, അദ്ദേഹം അത് തുടരുന്നു, ശരിയല്ലേ? ആ, നിങ്ങൾ പേഴ്സണൽ ടൈം, കമ്പ്യൂട്ടർ, യൂട്യൂബ് അങ്ങനെയുള്ള സമയങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു ഫാമിലിയിൽ പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഇല്ല, തീർച്ചയായും ഇല്ല. ഞാൻ യൂഷ്വലി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം എടുക്കാറില്ല യൂഷ്വലി. കാരണം എനിക്ക് വർക്കിലോടെല്ലാം ഞാൻ ഓഫീസിൽ വെച്ച് തീർത്തിട്ടാണ് വരുന്നത്. വളരെയധികം നുണകൾ പറയുന്ന ഒരാളാണ്. ഇല്ല, നുണകളൊന്നും ഇല്ല. ഇത് ഈ പറഞ്ഞ കാര്യം അനുവിനോട് ചോദിച്ചാലും അറിയാം. എനിക്കൊരു ഐപാഡ് ഉണ്ട്, ഐപാഡിൽ ആവശ്യം വരുന്ന മെയിൽ മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോസ് കാണും അല്ലെങ്കിൽ സിനിമ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹെഡ്ഫോൺ അനുവിൻ്റെ കയ്യിൽ ചെവിലും കാണും. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ പലപ്പോഴായിട്ട് തർക്കം ഉണ്ടായി. ഏത് വിഷയത്തിൽ? ഈ പറഞ്ഞത് യൂട്യൂബിൽ വീഡിയോ ആണ്. കമ്പ്യൂട്ടറുമായിട്ട് ലേറ്റ് നൈറ്റിൽ ഇരുന്ന് സിനിമ കാണുന്ന എനിക്ക് ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? ഒന്നുകൂടെ വ്യക്തമായിട്ടൊന്ന് പറയാമോ? പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും ഇതിനിടയിലൂടെ നമുക്ക് വ്യക്തമാകുന്ന 2-3 ചില കാര്യങ്ങൾ, ശക്തമായ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന മൾട്ടി ടാസ്കിങ് പോലെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ സിറിൽ അത്ര ശക്തനല്ല. അവിടെ ചെറിയ അസ്വസ്ഥതകൾ, അത് ദേഷ്യമായിട്ട് പുറത്തു വരുന്നുണ്ട്. കാഴ്ചപ്പാടിലും പെരുമാറ്റത്തിലുമൊക്കെയും ഈ ദേഷ്യത്തിൻ്റെ ഒരു പ്രതിഫലനം പലപ്പോഴും കാണാനും സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ഇൻ്റർവ്യൂവിൽ അനു വളരെ സപ്പോർട്ടീവായിരുന്നു ഹസ്ബൻഡിൻ്റെ വളരെയധികം പോരായ്മകൾ സിറിലിൽ ഉണ്ടെങ്കിലും അതൊന്നും പുറത്തറിയാത്ത രീതിയിൽ കവറപ്പ് ചെയ്യാനും അതിൽ തന്നെ പിടിച്ചു നിൽക്കാനും വളരെ ഗട്ട്സി ആയിട്ടും ധൈര്യത്തോടു കൂടി ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തു. സിറിൽ, പ്ലീസ് കം. ഹായ് സിറിൽ, എങ്ങനെയുണ്ടായിരുന്നു? ആദ്യം ഇതൊക്കെ വന്ന സൗണ്ട് എല്ലാം കേട്ടപ്പം ജസ്റ്റ് ഒരു പാനിക് ആയിരുന്നു കുറച്ച്, പിന്നെ റിലാക്സ്ഡ് ആയി. പക്ഷേ സിറിൽ പറഞ്ഞത് ഞാൻ മീഡിയം സ്ട്രെസ് ആകുമ്പോഴാണ് കുറച്ചുകൂടി. തീർച്ചയായും എനിക്ക് ഞാൻ ഓഫീസിലാണെങ്കിലും എല്ലാം കുറച്ച് സ്ട്രെസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ റിലീസ് ഡേറ്റ് ഒക്കെ വന്നു കഴിയുമ്പോഴും കുറച്ച് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് സ്ട്രെസ്സിലായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ സിറിലിനോട് ചോദിച്ചാൽ നമ്മൾ സെലക്ഷൻ സമയത്ത് നമ്മൾ നിങ്ങളുടെ ഓണറിനെ, നിങ്ങളുടെ അച്ഛൻ പോലെ അവരെ കുറേ വേദനിപ്പിച്ചു. തീർച്ചയായും. അതെ, അതെന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി യെസ്, പാർവതി ചേച്ചി. സിറിൽ നോർമൽ സെൽഫ് ആയിരുന്നില്ല. ഞാൻ സിറിലിനെ 2 പ്രാവശ്യം ഞാൻ നേരത്തെ ആലോചിക്കും, നമ്മൾ വെള്ളരിക്ക പഠനം ചെയ്തപ്പോൾ
പിന്നെ എവിടെ പോയി പൈസ എടുത്ത് അവരോട് കടം വാങ്ങിച്ചൊക്കെ വാങ്ങിച്ച ഒരു ജോവിയലായിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ഉണ്ടായിരുന്നു. ഗെയിംസിൻ്റെ ഇടയ്ക്കും ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് അതിൻ്റെ സ്ട്രെസ് ലെവൽ വളരെ നന്നായി ഹാൻഡിൽ ചെയ്ത സിറിലുണ്ടായിരുന്നു. ഇവിടെ സിറിൽ അഗ്രസീവ് ആയിരുന്നു. എന്ത് പറ്റി? ഭയങ്കരമായ ഒരു വേറെ ഒരു ക്യാരക്ടർ പേഴ്സണാലിറ്റിയാണ് നമ്മൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. എന്താ പറ്റിയ ഈ റിലാക്സ്ഡ് ആയിരുന്നു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. വേറെ എന്തെങ്കിലും വഴക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്തെങ്കിലും പിണക്കമായിട്ടാണോ അവിടെ കയറി വന്നത്? പിന്നെ എന്താ ഒരു എന്നോട് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് ചോദിച്ചു. ഒരു എക്സാമ്പിൾ പറയാം, അനുവിൻ്റെ യൂട്യൂബ് വീഡിയോസിൻ്റെ കാര്യം. ആക്ച്വലി അനുവിനോട് ചോദിച്ചാൽ തന്നെ എനിക്ക് മനസ്സിലാവും. ഞങ്ങൾ കാണുന്ന സിനിമ കാണുന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈമിലാണ് കാണുന്നത്. അപ്പോൾ ഒരു ഹെഡ്ഫോൺ എൻ്റെ ചെവിയിലും കാണും, ഒരു ഹെഡ്ഫോൺ അനുവിൻ്റെ ചെവിയിലും കാണും. അതിനെപ്പറ്റി അനു ഇതുവരെ എന്നോട് ഒരു എതിരഭിപ്രായം അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞു. കംപ്ലൈൻ്റ് ആയിട്ടല്ല അനു പറഞ്ഞത് നമ്മൾ ഏറ്റവും ജാസ്തി നമ്മൾ എന്താ പറയുക, എന്താണ് അനു പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സിറിൽ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തന്നെയാണ് സിനിമ കാണുന്നത്. പക്ഷെ ഞാനൊരു സിനിമ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് നേരത്തെ ഉറക്കം വരും. 10:30, 11 മാക്സിമം പോകാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്കും സിറിൽ ബാക്കി കാണും. അപ്പം ഞാൻ പറയാറുണ്ട്, മാഷെ വേഗം ഉറങ്ങാമെന്നല്ല, മാഷെ കിടക്കുന്നില്ലേ. കാരണം ഇവിടെ വരുമ്പോഴും ആൾക്കാർ പറയാറുണ്ട് കണ്ണു മുഴുവൻ കുഴിഞ്ഞിരിക്കുക എന്താ ഇതെന്നൊക്കെ. അപ്പം അല്ലാതെ അതിൻ്റെ പേരിലൊരു നാഗിങ്ങോ ഒരു കംപ്ലൈന്റോ ഒരു വഴക്കോ അല്ല, വഴക്കുണ്ടായിട്ടുണ്ടോ എന്ന് ക്ലിയർ ആയിട്ട് ചോദിച്ചില്ലോ. അതാണ് സിറിൽ ഇല്ലാന്ന് പറഞ്ഞത്. അനു പറയുന്ന അനുവിന് ഇഷ്ടമില്ലാത്ത സിറിലിന്റെ ഒരു കാര്യം, ഡ്രൈവിംഗ് സമയത്ത് എനിക്ക് വഴക്കിടുന്നത്. 2, യൂട്യൂബ് കണ്ടോണ്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടമല്ല എന്നൊരിക്കലെങ്കിലും പറയണം. ഞാൻ പറഞ്ഞിട്ടില്ല കിടക്കുന്നില്ലേ എന്ന്, കണ്ണുകുഴിയും കൊച്ചെനിക്കും. അനുവിന്റെ പ്രോബ്ലം ഉണ്ട്. അങ്ങനെ പറയാത്ത ഒരു കാര്യം ഇതുപോലെ സ്ട്രെസ് റൗണ്ടിൽ പറഞ്ഞാൽ അത് വലിയ പ്രോബ്ലം ആവില്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നു ആ റൗണ്ടിൽ അനു സ്ട്രെസ്ഡ് ആയതിൻ്റെ ഫലവും കൂടി ഇതിനകത്തുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതി, ഒരായിൽ തീരും എന്നൊക്കെ. പക്ഷെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്, മാറാൻ പറ്റില്ല. അതെ ആന്ന് പറഞ്ഞത് എൻ്റെ പ്രോബ്ലം തന്നെയാണ്. ആ രണ്ടും കൂടെ ഒരുമിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം ഉദ്ദേശിച്ചത് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ആദ്യം തന്നെ സിറിൽ വരുമ്പോഴത്തേക്ക് സിറിൽ ആ ടാസ്കിനെ കുറിച്ച് സിറിലിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആപ്രിഹെൻഷൻ അഗ്രഷനായിട്ടാണ് പുറത്ത് വന്നത്. ഇപ്പം സെയിങ് ഓക്കെ ഞാൻ റിലാക്സ്ഡ് ആണ്, പക്ഷെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് അനുഭവപ്പെടുന്നില്ലെന്ന് മാത്രമല്ല ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് എന്താ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് നമുക്ക് സിറിലിൻ്റെ ഇത്രയും നാൾ എപ്പോഴും ചിരിച്ച് ജോവിയലായിട്ട്, ഇപ്പോൾ നേരത്തെ തന്നെ കുസൃതി റൗണ്ട് വന്നപ്പോഴത്തേക്ക് സിറിലിൻ്റെ ഒരു സെൽഫ് ഉണ്ടല്ലോ, അതിൽ നിന്ന് സിറിൽ കുറച്ച് മാറിയ പോലെ ഫീൽ ചെയ്തു. ഞാൻ വേറൊരു കാര്യം കണ്ടത്, ഈ നമ്മൾ ക്വസ്റ്റ്യൻസ് ത്രോ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. ബിക്കോസ് ആങ്കറാണ് ഡോമിനേറ്റ് ചെയ്യണത്, അല്ലാതെ എഗ്രഷനാണ് നിങ്ങളുടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദ്യം കേൾക്കണമുണ്ട്, പക്ഷേ നിങ്ങൾ ഇമോഷണലി ആയിട്ട് അതിന് ടാക്റ്റ് ആവുമ്പോൾ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ചോദ്യം എന്താണ് ഒന്നും കൂടി പറയൂ എന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് ചോദ്യങ്ങൾ നമുക്ക് കേൾക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ആ സമയത്ത് സിറിലിന്റെ ഇമോഷൻസ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. കാരണം ഈ ചോദിക്കുന്നത് വളരെ ക്ലിയർ. നമ്മൾ മിസ്സിന്റെ കോൺടെസ്റ്റിന് നമ്മൾ വി കനോട്ട് സേ റിപ്പീറ്റ് യുവർ ക്വസ്റ്റ്യൻസ്. റിപ്പീറ്റ് യുവർ ക്വസ്റ്റ്യൻസ് ഇറ്റ് സെൽഫ് ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ നോട്ട് അറ്റൻറ്റീവ്. നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്നില്ല. ശരിയാ മാഡം പറഞ്ഞത് ശരിയാ, 100% ശരി. അംബിക ചേച്ചി, സിറിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഫീൽ ചെയ്തത് ടെമ്പർമെൻ്റൽ, ഷോർട്ട് ടെമ്പേർഡ് ആൻഡ് ഈ പറഞ്ഞ പോലെ ഇമോഷൻസാണ് പുള്ളിയുടെ പ്രവൃത്തികളെ ലീഡ് ചെയ്യുന്നതെന്ന് ഫീൽ ചെയ്തു. പിന്നെ വേറൊരു കാര്യം, മറ്റേ യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സിറിലിൻ്റെ ഫേസിൽ വന്ന എക്സ്പ്രഷൻ ഞാൻ ഫീൽ ചെയ്ത് എന്ത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നോട് ക്ലിയറായിട്ട് പറയാമായിരുന്നല്ലോ, എങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സെയിം ഫീൽ ഞാനും ഫീൽ ചെയ്തു. എനിക്ക് എന്നെക്കുറിച്ചറിയാം, എന്നെക്കുറിച്ച് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. വൈ ഷുഡ് ഐ റിപ്പീറ്റ്? എനിവേ യു റിപ്പീറ്റ്, ഞാൻ ആൻസർ ചെയ്യാം എന്ന് ഫീൽ ചെയ്തു. അനു ഈ പറഞ്ഞ പോലെ കുറച്ച് ക്ലിയർ ആക്കണമായിരുന്നു. ബട്ട് യൂഷ്വലി 10 സ്റ്റെപ്പായിട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്തു. സിറിൽ നല്ല ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്തു. ചേച്ചി ഹിഡൻ മാർക്സ് പ്ലീസ്. ഓക്കെ, സിറിൽ 35 out of 50. താങ്ക് യു. ഇന്നലെ വന്ന ഞാനാണ് നിങ്ങളെ ഇതുവരെയും കൊണ്ടുവന്നത്. തീർച്ചയായും അതല്ല മാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. താങ്ക് യു. എൻ്റെ കുസൃതി ചോദ്യം, അതിനു വേണ്ടി വരാൻ പോകുന്നത് ലെറ്റ്സ് വെൽക്കം റോണി. സോ 5 ചോദ്യം. ആദ്യത്തെ, ഒരിക്കലും തിരിച്ചു വരാത്ത റോക്കറ്റിൽ ഒരാളെ അയക്കണമെങ്കിൽ
ആരായിരിക്കും? റോണിയുടെ മനസ്സിൽ ഉത്തരം വന്നു. ഉത്തരം വന്നു. അതെ, ഞാൻ മണികണ്ഠനായിരിക്കും. ആരെ കാണുമ്പോഴാണ് കാക്ക കുളിച്ചാൽ കൊക്കാവില്ല എന്ന് തോന്നുന്നത്? റംസാന്. ഏത് ഫാമിലിയെ കാണുമ്പോഴാണ് ഈണാം പേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട്? മഞ്ചേഷം ഷാജിദ. ഓക്കേ, ഞാൻ ഒരു ഫേമസ് ആയ ക്യാരക്ടേഴ്സ് പറയാൻ പോവാണ്. പേര് പറയുമ്പോൾ ആരെയാണ് ഓർമ്മ വരുന്നത് പറഞ്ഞു. ഓക്കെ, കുട്ടൂസൻ, പ്രമോദ്. ഓക്കെ, ലുട്ടാപ്പി, അനിച്ച. ലുട്ടാപ്പി. ഓക്കെ, ടിണ്ടുമോൻ, ടിൻഡുമോൻ. ആഷ്ലി. ആഷ്ലി ടിണ്ടുമോനോ? ഓക്കെ, ശരി. ചില സാധനങ്ങൾ ഞാൻ പറയാൻ പോവാണ്, ആരൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, ബോണ്ട, ശാശ്വതി. ഓക്കെ, ഉണ്ടംപൊരി, അഞ്ചു. ഓക്കെ, ശരി. നീ ശ്വാസം വിട്ടോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണോ? ഒന്നും ചോദിക്കില്ല. അതാ ദീപു റെഡി. ആ, റംസാന. അതാ മഞ്ചേഷ്. ഇതിലാരാണ് മരപ്പെട്ടി, ആരാണ് ഈനാൻ പറ്റി? ഇപ്പൊ തീർച്ചപ്പെടുത്തണം. മരപ്പെട്ടി ഷാജിദ. ഞാൻ മരപ്പെട്ടി ആയാൽ മതി ആഗ്രഹിച്ചാൽ. ഞാൻ വിചാരിച്ച എന്തെന്നറിയോ, എടുത്തോണ്ട് ശേ എങ്കിലും ഞങ്ങളെ കുറിച്ച് നീ അങ്ങനെ പറഞ്ഞല്ലോ, ഇത് സങ്കടപ്പെടുമെന്ന് വെച്ചപ്പോ ഇതിൽ ആരാ മരപ്പെട്ടി എന്നറിയണോ? റംസാന, എന്താണ് അങ്ങനെ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ളതിന് എന്നെ പറഞ്ഞത്? അതില്ല, നമുക്ക് എല്ലാവർക്കും അറിയാലോ ഉത്തരം. അത് ഈ കുളിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു പേര്. ഓക്കെ, നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ലക്ഷ്മി, നമ്മുടെ മണികണ്ഠനെ റോക്കറ്റിലേക്ക് പറഞ്ഞു വിടണ്ട. മണികണ്ഠൻ ഇവിടെ ഇല്ലെങ്കിൽ ഒരു രസമില്ല. കൊള്ളായിരുന്നു, എല്ലാം നല്ല രീതിയിലായിരുന്നു എല്ലാം ആൻസർ ചെയ്തത്. എല്ലാവരും ചേരുന്ന യോജിച്ച പേരുകൾ തന്നെയാണ് കൊടുത്തതെന്ന് തോന്നി. നന്നായിട്ട് ചെയ്തു. ഓക്കെ, ലെനി. കൂളായിട്ട് നിന്ന് വളരെ ആലോചിച്ച് തന്നെ ഉത്തരം പറഞ്ഞത്. പിന്നെ ലുട്ടാപ്പിന്റെ ഭാര്യ. ലുട്ടാപ്പിയുടെ കാര്യം ഒന്ന് പറയാം. ലുട്ടാപ്പി ഇടയ്ക്ക് കുന്തത്തേല് പറക്കുന്ന ആളാണ്. കുന്തമായിട്ട് സങ്കല്പിച്ച് എന്താന്ന് അറിയാൻ. ഇടയ്ക്ക് ലുട്ടാപ്പി പോകുന്നല്ലേ ഇടയ്ക്ക് ഒരു മുങ്ങനെയാണ്, എങ്ങോട്ടാന്ന് അറിയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് തന്നെ പറഞ്ഞു. ശാശ്വതി, എന്നെ ബോണ്ടാക്കിയത് എന്താ റോണിച്ചേട്ടാ? ബോണ്ട നല്ല ടേസ്റ്റുള്ള സാധനമല്ലേ കഴിക്കാനൊക്കെ. കുട്ടൂസനോ? കുട്ടൂസ് നമ്മുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ വെച്ച് മൊട്ടത്തല നന്നായിരുന്നു റോണിച്ചേട്ടാ. ഓക്കെ, ചേച്ചി. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷെ ടിൻഡുമോൻ ആഷ്ലി ആയിരുന്നു എനിക്ക് മനസ്സിലായില്ല. ആരെന്ത് തമാശ പറഞ്ഞാലും ആ സ്ഥലത്ത് ഈ നമ്മുടെ ആഷ്ലിയുടെ ഒരു പ്രസന്റും ഉണ്ടാവും. അത് തമാശയാണ്, അല്ലെങ്കിലും വെറുതെ ഒന്ന് ചിരിക്കുകയും ചെയ്തോളൂ. അപ്പം അത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിരുന്നിട്ടുണ്ടാകില്ല. അത് തമാശയാണ് അല്ലെന്ന് നോക്കില്ല, ആള് വെറുതെ ചുമ്മാ ചിരിച്ചോളൂ. അംബിക ചേച്ചി, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും സെൻസ് ഓഫ് ഹ്യൂമറും നിങ്ങളുടെ ഓപ്പൺ മൈൻഡ്നെസ്സിനും ഞാനൊരു സല്യൂട്ട്. കാരണം പറഞ്ഞതിനെ പറഞ്ഞ അർത്ഥത്തിൽ എടുത്ത് അപ്പം തന്നെ മനസ്സിന്ന് ചിരിച്ചങ്ങ് കളയുന്ന നിങ്ങളുടെ നല്ല മനസ്സിന് ആദ്യം ഞാൻ താങ്ക്സ് പറയണു. ദാറ്റ്സ് എക്സലൻറ്റ്. പിന്നെ റോണിയുടെ സെൻസ് ഓഫ് ഹ്യൂമർ ഇറ്റ്സ് ഗുഡ്. ലക്ഷ്മി, മാർക്സ് പ്ലീസ്. 9 മാർക്സ്. ലെനി, 9 മാർക്സ്. ശാശ്വതി, 9 മാർക്സ്. ചേച്ചി 8.5. 8.5. അംബിക ചേച്ചി 8.5. 8.5. 44 out of 50. Good. നമുക്ക് സുമേഷിന്റെ പേഴ്സണാലിറ്റി അസസ്മെന്റ് കാണാം. കെട്ടുകൾ അഴിക്കാം, കണ്ണു തുറക്കാം. യെസ് സുമേഷ്. സുമേഷിന് ഒരു ദൗർബല്യമുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം ദൗർബല്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് സുമേഷിന് ദൗർബല്യങ്ങൾ? ദൗർബല്യം കുറവുകളാണ് പറയുന്നത്.
മലയാളം മീഡിയത്തിലാണോ പഠിച്ചത്? അതെ അതെ അതെ. ദൗർബല്യം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല? അല്ല, അറിയാം അറിയാം. കുറവെന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല? നിങ്ങളുടെ കുറവുകൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഫിസിക്കലി അങ്ങനെയാണോ? പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങൾ കാണുന്ന 3 കുറവുകൾ പറയൂ. 1 2 3. ഒന്നിപ്പോൾ എന്താ പറയുക? സുമേഷ്, ഓ, വല്ലാതെ ടെൻഷനുണ്ടോ? എനിക്ക് എന്താ ഒന്നും ഇരുടും റൂമും ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഉത്തരം പറയാതെ നിങ്ങൾ മറ്റെന്തോ സൃഷ്ടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. 1 2 3 കുറവുകളില്ലാതെ എല്ലാം പൂർണ്ണത നിറഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ. അങ്ങനെ പൂർണ്ണത നിറഞ്ഞൊരു വ്യക്തിയല്ല. എങ്കിൽ പറയൂ. എനിക്ക് ഒരു ബിസിനസ്സാണ്. ഞാനും അച്ഛനും അനിയനൊക്കെ ഞങ്ങളതിൽ ഇൻവോൾവ് ചെയ്യുന്നൊരു സംഭവമാണ്. ഓക്കെ. അപ്പോൾ അതിലുള്ളത് അറിവ് ഞാൻ ചിലപ്പോൾ എന്താ പറയുക, ചില അതെല്ലാം ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് സുമേഷ്. ആ സുമേഷിന്റെ കുറവുകൾ, അതാണ് വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ സ്വയം വിലയിരുത്തുമ്പോൾ ആ ഈ കുറവ് പറയാൻ പറ്റാത്തത് വലിയൊരു കുറവാണ്. ഹോംവർക്ക് ചെയ്യാത്ത കുട്ടിയെ പോലെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ താങ്കൾ. പെട്ടെന്ന് എല്ലാം കൂടെ കണ്ടിട്ടേ അത് ഡ്രാക്കുളൻ്റെ തലയും എല്ലാം കൊണ്ട് എന്താ മനസ്സിലാവുന്നില്ല. മനസ്സ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, എല്ലാം കൂടെ ഇരുട്ടും എല്ലാം കൂടെ കണ്ടിട്ടെങ്കിൽ പെട്ടെന്നൊരു മനസ്സിനകത്തും ഇരുട്ടാണോ? അല്ലേ, എന്താ പറയുക? ഇല്ല, നിങ്ങൾ പേടിക്കണ്ട. കാരണം നിങ്ങളെ നമുക്ക് കാണാം. നിങ്ങളുടെ ഓരോ ചലനങ്ങളും നിങ്ങളുടെ റെസ്പോൺസ് എല്ലാം ഒരുപാട് ആളുകൾ വീക്ഷിക്കുന്നുണ്ട്. അതെ അതെ അതെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മറുപടി പറയാതിരിക്കുമ്പോഴും അതെ അതെ തെറ്റാണ്. മറ്റുള്ളവരെക്കാളും ഒക്കെ വളരെയധികം കഴിവുള്ളതായിട്ടും ആവശ്യമുണ്ടെങ്കിൽ വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും തന്ത്രപൂർവ്വം പറ്റിക്കാനുള്ള കഴിവുണ്ട് എന്നെല്ലാം അത് നമ്മൾ മനസ്സിലാലോചിക്കാത്ത സംഭവമാണ്. ജീവിതത്തിൽ ഭാര്യയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ അർഹിക്കുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്. ചില സമയങ്ങളിലും ചിന്തിച്ചിട്ടില്ലേ? ഞാൻ ആഗ്രഹിക്കുന്നതിന് 100ൽ എത്ര % പറയാം, അത്രയുള്ള ഒരു ഭാര്യയെ തന്നെ എനിക്ക് കിട്ടി. അങ്ങനെ അതിപ്പോൾ പറയാൻ പറ്റുന്നില്ല. അത്ര ഇഷ്ടമാണ് അവിടെ. അത്രയും എന്താ പറയുക. സുമേഷിനോട് ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട്. ആ കണ്ണുകൾ കെട്ടിക്കൊള്ളൂ. ദൗർബല്യങ്ങൾ, ശക്തികൾ മനസ്സിലാലോചിക്കാം. ഇനി കണ്ണ് തുറക്കേണ്ടി വന്നാൽ ഉത്തരമായിട്ടത് വരണം. സുമേഷ്, പറയട്ടെ. പറയാം സുമേഷ്. ഞാൻ ഇപ്പം നമ്മളതിൽ ബിസിനസ്സിൽ ഈ പ്രലോഭനങ്ങളിൽ വീണു പോകാറുണ്ട്. അത് ആദ്യമുള്ള ഒരു ഇതാണ്. അത് വെച്ചാൽ ഓഫറിൽ വീണു പോവുക, അതിലാണ് നഷ്ടങ്ങൾ വരുന്നത്. ഇനി നിങ്ങൾ കണ്ണ് തുറന്നിട്ട് ബാക്കി പറയൂ. സുമേഷ്, തിരിഞ്ഞു നോക്കൂ. പ്രലോഭനങ്ങൾ വീഴുന്ന സുമേഷ്. യെസ്. രണ്ടാമത്തെ പോയിന്റ് ഒന്നിപ്പോൾ ആലോചിച്ച് കിട്ടിയതാണ്. കണ്ണടച്ചപ്പോൾ കിട്ടി, കണ്ണ് തുറന്നപ്പോൾ പോയി. ഈ സുമേഷാണോ ബിസിനസ്സിൽ കുറുക്കൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞത്? എന്ത് ചോദിക്കുമ്പോഴും ആലോചിച്ച് അതോ 2 വ്യക്തിത്വമാണോ? ഞങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തിത്വം, യഥാർത്ഥത്തിൽ വേറൊരു വ്യക്തിത്വം. ഇതിൽ ഏതാണ് റിയൽ? എനിക്ക് എൻ്റെതായ ഒരു വ്യക്തിത്വം ഉണ്ട്. ആ പ്രലോഭനം എന്ന് പറഞ്ഞത് എന്താണെന്ന് വ്യക്തമാക്കാം. 5-6 വർഷം മുന്നേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ ഉള്ള ഫോൺ ഇറങ്ങിയ സമയത്ത് ഒരു കമ്പനി പറഞ്ഞ് ഒരു ക്യാമറ ഫോൺ തരാം, ഇത്ര ഓർഡർ തന്നാൽ പറഞ്ഞാൽ ഞാൻ അപ്പോൾ എഴുതി കൊടുക്കും. ഓർഡർ തന്നു. പോണ സാധനമാണോ പോകാത്ത ആ സമയത്ത് നോക്കിയിട്ടില്ല. അങ്ങനെ അച്ഛന് വൈകുന്നേരം വരുമ്പോൾ ഈ ഓർഡർ ഫോമിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ട് ഇന്നെന്ന് ചോദിച്ച് ഇതെന്താണ്, ഇത്ര 5-6 ലക്ഷം റുപ്യേൻ്റെ ഓർഡർ ഉണ്ട്, ഫോണാകെ 10,000 രൂപ വരുള്ളൂ. അപ്പോൾ ഞാനതിങ്ങനെ ഓർഡർ കൊടുത്താണ് ഒരു ക്യാമറ ഉള്ള മൊബൈൽ ഫോൺ തരാൻ പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ എന്നെ പറഞ്ഞു ഈ ഫോൺ ഇത് പറഞ്ഞാൽ ക്യാൻസലാക്കി എനിക്ക് 2 ഫോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതിൽ 2 ഫോൺ കിട്ടുന്നില്ല, ഞാൻ ഫോണിൽ തന്നെ ഈ ഓർഡർ ക്യാൻസൽ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് ആലോചിച്ചെങ്കിൽ മനസ്സിലായി, കാരണം അതിന് വലിയ നഷ്ടമാണ് വരുന്നത്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓഫറിൽ വീണമെന്നൊരു ഇത് എനിക്ക് സംഭവിക്കുന്നുണ്ട്. സുമേഷ് ഏറ്റവും ഭയക്കുന്നത് എന്തിനാണ്?
ഒന്നും കാര്യമായിട്ട് ഭയക്കുന്നൊന്നുമില്ല. സുമേഷിനെ ആർക്കാണ് പേടി? രാത്രി പോകുന്ന നായ്ക്കളൊക്കെ പേടിയാണ്. നായ്ക്കൾക്ക് സുമേഷിനെ നായ്ക്കൾ, പേടി? പാമ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പേടിയാണ്. അത് തിരിച്ചാണോ അതോ എങ്ങനെയാണ്? എനിക്ക് പൊതുവെ പേടി. ഞങ്ങൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരണ്ട് പാമ്പ്, അതാണ് ഭയങ്കര പേടി. ഒരു വിജയകരമായ ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? നല്ല കുടുംബ, എന്താ പറയുക, കൂട്ടായ്മ, പിന്നെ സ്ട്രേറ്റ് ഫോർവേഡ്, സത്യസന്ധമായി മുന്നോട്ട് പോവുക. നമ്മളെ ഫാദർ അത് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ ലെവലിൽ തന്നെ നമ്മളെപ്പോഴും പോകണം. എൻ്റെ ഫാദറെ ഫാനാണ് ഞാൻ. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തൊരു ബിസിനസ് പേഴ്സണാണ്, ഒരു സാധാരണ മനുഷ്യനല്ല. ഫുള്ള് ബിസിനസ്സിന് വേണ്ടി കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. കുടുംബക്കാർ എല്ലാം ഞാൻ നോക്കുന്നുണ്ട്, അങ്ങനെ ഇതൊന്നും ഇല്ല. പക്ഷേ കുറേ ഗ്യാപ്പുകൾ വരുന്നില്ലേ നിങ്ങളുടെ ബന്ധത്തിൽ? ബിസിനസ്സിന്റെ ഞാനും വൈഫും ഉള്ള ബന്ധത്തിലാണോ? ഇല്ല ഇല്ല ഇല്ല. സുമേഷിൻ്റെ അഭിപ്രായത്തിലൊരു സ്ത്രീ അവരെന്തുമാത്രം കാര്യങ്ങൾ ഇടപെടണം ഒരു വീട്ടിൽ, സമൂഹത്തിൽ? എൻ്റെ വൈഫിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ മതി. സ്ത്രീ എന്ന് പറഞ്ഞാൽ വൈഫാകണമെന്നില്ല. ഇപ്പം എൻ്റെ അമ്മയെ ഞാൻ ഇങ്ങനെ കണ്ടു വളർന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പം അമ്മ വീട്ടമ്മയാണ്. അമ്മ പുറത്തെ ജോലിയോ കാര്യങ്ങളോ ഇതൊന്നും പോയിട്ടില്ല. വീട്ടിൽ മുഴുകി ഞങ്ങളെ ഭക്ഷണം കാര്യങ്ങൾ ഞങ്ങളെ ഓക്കെ പോലെ. നമസ്കാരം സുമേഷ്. ആകെ ടെൻഷൻ അടിച്ച് ടാസ്ക് എന്ന് പറഞ്ഞ് വന്നതാണ്. ഓണാക്കിയപ്പോൾ തന്നെ അസ്ഥിക്കൂടത്തിൻ്റെ തലയെ കണ്ട് എനിക്ക് ആകെ എൻ്റെ കിളി ഒഴിപ്പിക്കുന്നു കുറേ നേരത്തെ. എനിക്കിപ്പോഴും ക്ലിയർ ആയിട്ടില്ല ഇതെന്താ സംഭവം ഏതാണ്. പിന്നെ ലൈറ്റ് വന്നപ്പോൾ 3 പേര് ചോദ്യങ്ങളൊന്നും എതിലെയോ കേൾക്കുന്നു എതിലെയോ പോകുന്നു. എനിക്ക് കുറച്ച് സാവധാനം ഇരുന്ന് എൻ്റെ കാര്യങ്ങൾ കുറേ ചിലപ്പോൾ ഒരു ദിവസം തന്നെ വേണ്ടി വരും. എനിക്ക് സാവധാനം പറയാം. ഇതേമാതിരി വെപ്രാളം പിടിച്ചൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. 3 നാൾ വന്നിരുന്നു ഒരു ഇരുട്ട് മുറിയിൽ. പൊതുവേ ഇരുട്ട് പേടിയാണ്, ഇരുട്ടത്ത് നടക്കാൻ തന്നെ പേടിയാണ്. ഇത് ജാഗ കൺഫ്യൂഷനായി. ഇപ്പം എനിക്ക് അങ്ങനെ ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് പറയണമെങ്കിൽ വളരെ സാവധാന ക്ഷമയോടെ കൂടെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. തൻ്റെ ചെരുപ്പ് ബിസിനസ്സിൻ്റെ ഏരിയയ്ക്ക് പുറത്ത് ഓരോ കാര്യത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് വ്യക്തമായൊരു ഉത്തരം നൽകാൻ പറ്റാത്ത ഒരാശയ ദാരിദ്ര്യമോ ചിന്താദാരിദ്ര്യമോ അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഇൻ്റർവ്യൂവിൽ സുമേഷ് ഒരു തീരെ സ്ഥലകാല ബോധമില്ലാതെ ബുദ്ധി വളരെ സ്ലോ ആയിട്ട് മാന്യതയിൽ മാത്രം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് തന്നത്. ഒരു പക്ഷേ അത് നമ്മൾ പിടിത്തരാതെ മനസ്സിലുള്ളതൊന്നും പുറത്ത് കാണിക്കാതെ ഇരിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നോ, ഇല്ല ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോയതാണോ എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചിന്തകൾ മുറിഞ്ഞു പോകുന്ന പോലെയുള്ള ഒരു പ്രതികരണം ഇവിടെ ബ്ലോക്കായിപ്പോയി. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്താണ് പറയേണ്ടത് എന്ന് ഓരോ നിമിഷവും ആലോചിക്കുകയല്ലാണ്ട് സുമേഷിന് ഒന്നും തന്നെ പറയാൻ കിട്ടുന്നില്ല. സുമേഷിൻ്റെ ഭാര്യ ആകാൻ അബിതയ്ക്ക് എന്ത് അർഹതയാണുള്ളത്? അത് എനിക്ക് അർഹത ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, എനിക്ക് നന്നായി ചേട്ടനെ സ്നേഹിക്കാൻ പറ്റും. അത് തന്നെയായിരിക്കും എൻ്റെ ഏറ്റവും വലിയ യോഗ്യത എന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രം മതിയോ? പിന്നെ ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരേപോലെ നോക്കി ചെയ്യാറുണ്ട്. അത് വലിയൊരു യോഗ്യതയായിട്ടാണ് തോന്നിയത്. കുടുംബ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ അബിത വളരെ സാറ്റിസ്ഫൈഡും ഹാപ്പി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ പോയി സഹായിക്കുന്നു. ആ ഒരു രീതിയിൽ വളരെ ആ ഒരു ലിങ്ക് ഇല്ലെങ്കിൽ ആ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ നല്ലൊരു അംഗമാകാൻ അബിതയ്ക്ക് പറ്റിയിട്ടുണ്ട്. സുമേഷ്, please come. Please give huge round of applause. ഈ റൗണ്ട് കഴിഞ്ഞിട്ട് ഈ 3 എക്സ്പേർട്സ് അവർ പേഴ്സണാലിറ്റി അസസ്മെന്റിൽ അവർ പോയി. ബിക്കോസ് അവര് ഒന്നും മനസ്സിലായിട്ടില്ല. സത്യം. എന്താ സുമേഷ് ഒരു തരത്തിൽ വിഷമിക്കരുത്. സൈക്കോളജിസ്റ്റുകളൊക്കെ ആകെ പെട്ടു. ഈ സുമേഷിന് എന്താ ചെയ്യേണ്ടതെന്ന്. സുമേഷ് സങ്കടത്തിന്റെ കാര്യമൊന്നുമില്ല. എന്താന്നറിയാമോ, അതായത് മനുഷ്യർ ഇത്ര എളുപ്പമല്ല. മനുഷ്യരുടെ ഉള്ളിൽ ഇൻട്രോസ്പെക്ഷൻ എന്നൊരു വാക്കുണ്ട്. ലുക്കിംഗ് വിത്തിൻ, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ ഉള്ളിലെ
ഒരുപാട് തരം സങ്കടങ്ങളുടെ ഒരുപാട് കാരണങ്ങൾ, നമ്മളുടെ അസൂയ, ഗ്രീഡ്, അങ്ങനെയൊക്കെ കലർന്ന ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള ആൾക്കാരാണ് മനുഷ്യർ. അപ്പം നമ്മൾ ഇത് എല്ലാവരിലും ഉണ്ടെന്നാണ് സങ്കല്പം. അപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെ അളക്കുക, ഇതിനെ എങ്ങനെയാണ് മനുഷ്യരെ ഇതാക്കുക എന്ന് പറയുമ്പോഴാണ് സുമേഷ് എന്ന് പറയുന്ന വ്യക്തി വന്ന് നിൽക്കുന്നത്. സുമേഷിനെ സംബന്ധിച്ച് ഈ ലെയറുകളൊന്നും ഇല്ല. അവർ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെയാണോ എന്നൊരു സംശയം പറഞ്ഞു. അവർക്ക് സുമേഷിനെ പരിചയമില്ല, നമുക്ക് സുമേഷിനെ അറിയാം. സുമേഷിനെ സംബന്ധിച്ച് സുമേഷ് ജീവിതത്തെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കണ്ടിട്ടില്ല. അതൊരു കുറ്റമായിട്ടൊന്നും വിചാരിക്കരുത്. സുമേഷ് എന്നും പ്രൊട്ടക്റ്റഡ് ആയിട്ട് അച്ഛൻ്റെ കീഴിൽ ജീവിച്ചത് കൊണ്ട് സുമേഷിനെ സംബന്ധിച്ച് ഇത്രയും കോംപ്ലിക്കേഷൻ സുമേഷിനെ അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ജീവിതത്തിൽ പോയി ഇതുപോലത്തെ അസൂയ വേണമെങ്കിൽ വേറൊരു കാര്യം ആഗ്രഹം വേണം എന്ന് തോന്നണം. ആഗ്രഹം തോന്നിയിട്ടില്ല, എന്ത് വേണമെങ്കിലും അച്ഛൻ കൊണ്ടുതരും. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഭാര്യയ്ക്ക് വേറെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഭാര്യയോട് അസൂയ തോന്നണം. ആബിദ മുഴുവൻ സമയവും സുമേഷിൻ്റെ കൂടെയാണ്. സുമേഷിനെ അത്രയും സ്നേഹിച്ചിട്ടാണ് ആബിദ നിൽക്കുന്നത്. അല്ലെങ്കിൽ സുമേഷിന് ചെയ്യേണ്ട കാര്യം കൊണ്ട് ആബിദ ചെയ്യും. അപ്പോൾ സുമേഷിൻ്റെ എല്ലാ നന്മയും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെക്കാളും 100 മടങ്ങ് അവൾ നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ അന്തം ഇതെന്താണ് ഈ ഐറ്റം. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ആ കണ്ണിന്ന് അത് മാറ്റിയപ്പോ പടപടപടാന്ന് തുടങ്ങി എന്തൊക്കെയോ എന്താ അല്ല അതാണ് എനിക്കിപ്പോ തോന്നിയത് എന്ന് മാത്രമല്ല, ഞാൻ പ്രലോഭനങ്ങളിൽ പെടാറുണ്ട്. അപ്പോൾ സൈക്കോളജിസ്റ്റുകൾ വളരെ ഗൗരവമായിട്ട് ഓക്കെ പ്രലോഭനം എന്ന് പറഞ്ഞാൽ ഗൗരവമായിട്ട് നോക്കുമ്പോൾ അല്ല നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ ഓഫർ അവർ സുമേഷേ ഒരു കുഴപ്പമില്ല. നമ്മൾ ചില സ്പിരിച്വൽ ബുക്സൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ആൾക്കാരെ കാണാറുണ്ട്. ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. ഒരാളെ ഒരു പരീക്ഷണം കൊടുത്തു. നിങ്ങളൊരു നൂല് കെട്ടിയിട്ട് തീയുടെ മുകളിൽ കൂടെ നടക്കണം. അപ്പം 3 പേർക്കാണ് കൊടുത്തത്. അതിൽ ഒരു മനുഷ്യൻ ഭീകരമായിട്ട് കണക്ക് കൂട്ടാൻ തുടങ്ങി. അയാളൊരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അയാളിങ്ങനെ ഇത്ര ശക്തിയിൽ ചവിട്ടിയാൽ ആ നൂല് പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ രാത്രി മുഴുവൻ വർക്ക് ചെയ്തു. വേറൊരാൾ ഇതേപോലെ പലതരം മന്ത്രങ്ങളൊക്കെ പഠിച്ച് ജപിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നടക്കാനുള്ള ഒരുപാട് വിദ്യകളൊക്കെ അടിച്ചു. മൂന്നാമതൊരാൾ സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. വീണ് പോയാൽ പോയി. എന്നിട്ട് അയാൾ കൃത്യമായിട്ട് നടന്ന് അക്കരെ പോയി. ബാക്കി 3 പേരും മറിഞ്ഞു വീണു എന്ന് പറയുന്ന പോലത്തേക്ക് ഇവിടെ ഒരു എല്ലാം ഈ സൈക്കോളജിയും ഈ പറയുന്നതിനും അപ്പുറത്തേക്കാണ് ജീവിതം. സുമേഷിനെ പോലെ ഇത്രയും നന്മയുള്ള ഒരാൾക്ക് ഇതുപോലെ അപ്പുറത്ത് വേഗം എത്താൻ പറ്റും. ഈ കോംപ്ലിക്കേഷൻ ഒന്നും കാര്യമില്ല. ഇതൊരു കോമ്പറ്റീഷനാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്കും വ്യക്തിത്വത്തിലേക്കും ഇതൊന്നും വരരുത് കേട്ടോ. സങ്കടപ്പെടാൻ വേണ്ടിയിട്ടല്ല ഈ ഷോസ് ഒന്നും. സന്തോഷമായ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കുഴപ്പമില്ല. അംബിക ചേച്ചി, ആദ്യം തന്നെ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് സുമേഷിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ഈ പറഞ്ഞ പോലെ കണ്ണിൻ്റെ കെട്ടഴിച്ചിട്ട് ഒരു ഡ്രാക്കുളയുടെ മുഖം മുമ്പ് കണ്ടപ്പോൾ തന്നെ കംപ്ലീറ്റ് സ്വിച്ച് ഓഫായി കഴിഞ്ഞ് ഞാൻ എവിടെയാണ് എന്നെ ആ ഒരു ഫീലിംഗ് വന്നപ്പോൾ ഫുള്ളി ടെൻഷനായെന്നുള്ള മനസ്സിലായി. പിന്നെ സുമേഷിൻ്റെ അടുത്ത് ദൗർബല്യം വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ശാരീരികമാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഇന്നസെൻസ് വെളിയിൽ വന്നു. അത് ബിക്കോസ് നിങ്ങൾ അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയാനുള്ള ഇത്. പിന്നെ സുമേഷിൻ്റെ വേറൊരു ക്യാരക്ടർ എനിക്ക് മനസ്സിലാക്കിയത്, അതായത് ഒന്നും എത്ര പറയുക അങ്ങനെ ചോദിച്ചാൽ പറയില്ല. ഒന്നും എത്ര ഇപ്പം പറയൂ എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയും. അല്ല ഒന്നൊന്ന് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പറയാം എന്ന് പറയുന്ന ആളാണ് സുമേഷ് എന്ന് ഇത് കണ്ടപ്പോൾ തോന്നി. അത് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയെ കാണിക്കുന്നതാണ്. പിന്നെ നിങ്ങളവിടെ സംസാരിച്ചപ്പോൾ ഇവിടെ കരയുന്നൊക്കെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്ന ആൾക്കാർ ആ വീട്ടിനകത്തുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നു. ഇതിൽ ചമ്മാനോ ഇതൊന്നുമില്ല. എന്നെ അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഈ വർത്തമാനമൊന്നും അവിടെ കാണാൻ സാധ്യതയില്ല. കണ്ണ് കെട്ടിയിട്ട് എന്നെ കൊണ്ട് നിർത്തിയിട്ട് അമ്മച്ചി ചെയ്യാൻ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേ ഞാനും ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണം. യു ആർ എ വെരി നൈസ് ഹ്യൂമൻ ബീയിങ്. അവിതെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓഫർ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ? ബൈ 1 get 1 ഫ്രീ. സത്യം പറഞ്ഞാൽ എൻ്റെ ടാസ്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. ചേട്ടന് ഭയങ്കര പേടിയാണ് ഈ സൗണ്ട് ഇതൊക്കെ. കാരണം ഞാനും ചേട്ടൻ്റെ അനിയനും പേടിപ്പിക്കുന്ന ഇടക്കിടക്ക്. കാരണം ഈ പ്രേതത്തിൻ്റെ ഫിലിം കണ്ടാൽ ഞാനും അവനും കൂടി പേഴ്സണാലിറ്റി അസസ്മെന്റ് ഫാമിലിയിൽ അല്ല, ഞങ്ങൾ ചുമ്മാ പേടിപ്പിച്ചാൽ പിന്നെ കുറേ നേരത്തെ ചേട്ടൻ മുകളിലേക്കൊന്നും പോകില്ല ഒറ്റയ്ക്ക്. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 കൂടെ പറ്റിക്കലുണ്ട്. പക്ഷേ ചേട്ടൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുക കണ്ടപ്പോൾ എനിക്കത് അതിന് ടെൻഷൻ കഴിഞ്ഞപ്പോൾ ഒക്കെ അറിയാം. ആ ഗ്രൂപ്പൊക്കെ കണ്ടാൽ ചേട്ടൻ പിന്നെ ടോട്ടലി ചേട്ടനൊന്നും അവിടെ കണ്ടില്ല. ആൾക്കാരും കണ്ടിട്ടാവുന്ന എനിക്ക് സംശയം. അല്ല അവര് 3 എന്താ പറഞ്ഞ ഇനി പോയിക്കോളൂ. ചേട്ടൻ പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തൊക്കെയോ പറയണ്ട. കാരണം ശരിക്കും കേട്ടിട്ടുണ്ടാവില്ല. പറഞ്ഞപ്പോ മറവി ഉണ്ടെന്നെങ്കിലും പറഞ്ഞുകൂടാ സുമേഷേ? അതെന്ത് അത് മറന്നു. ഓക്കെ, ഹിഡൻ മാർക്സ് പാർവതി ചേച്ചി. ഓക്കെ,
സുമേഷ് 32 out of 50. Good. ഡം ഷറാസ് റൗണ്ടിന് വേണ്ടി വരാൻ പോണത് നജ്മുദ്ദീൻ ആൻഡ് റംസാന. 3 മിനിറ്റ് ആണ്. സംസാരിക്കരുത്, ചുണ്ട് തുറക്കരുത്, എല്ലാം ഫൗളാണ്. ഓക്കെ ഓക്കെ. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 2 വാക്ക്. ദൈവം, ഈശ്വരൻ, ആകാശം, ദൈവം, പ്രാർത്ഥിക്കുന്നു, ഡാൻസ്, സരസ്വതി, ദൈവത്തിൻ്റെ മകൻ. 1 മിനിറ്റ് ആവാറായി. ദൈവം, 1 മിനിറ്റ് കഴിഞ്ഞേ. ദൈവത്തിൻ്റെ കോടതി. ജോഗിങ്, ദേവൻ ജോഗിങ്. കൊതു കൊതു കടിച്ചു. ദൈവത്തിൻ്റെ മകൻ. ദൈവത്തിന് മുകളിൽ. ദൈവത്തിന് ഓടാൻ. ഓടാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ദൈവം. സെക്കൻഡ് ദൈവത്തിൻ്റെ. സെക്കൻഡ് വേർഡ് രാവിലെ ഓടിപ്പോയി. ലാസ്റ്റ് മിനിറ്റ് ആണ്. വരൂന്ന. ദൈവത്തിന് വരാൻ പറ്റില്ല. ദൈവത്തിൻ്റെ സ്വന്തം. അപ്പൂസ്. ദൈവത്തിൻ്റെ കളി. ദൈവത്തിൻ്റെ ലീലകൾ. ദൈവത്തിൻ്റെ കുട്ടിക്കളി. ദൈവത്തിൻ്റെ കളി. ദൈവത്തിൻ്റെ കുട്ടികൾ. ദൈവത്തിന്റെ 4 3 2 1 സ്റ്റോപ്പ്. ആരാ പറയൂ. ദൈവത്തിൻ്റെ വികൃതികൾ. കുഴപ്പമില്ല. ഞാൻ പിന്നെ കുട്ടികളിൽ ചിന്തിച്ചു പോയി. യെസ് ലക്ഷ്മി. ദൈവം ഒക്കെ പെട്ടെന്ന് കിട്ടുന്ന നോക്കണം, പക്ഷെ വികൃതി വന്നപ്പോൾ അതെങ്ങനെ കാണിക്കണം എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾ ട്രൈ ചെയ്തു, അവസാന നിമിഷം വരെ നല്ല രീതിയിൽ മാക്സിമം ട്രൈ ചെയ്തു. ലെനി 1 മിനിറ്റിനുള്ളിൽ തന്നെ അത് പറയുമെന്ന് ഓർത്ത്. കാരണം ദൈവം എന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി അറിയാവുന്ന സിനിമാ പേരായിരുന്നു. റംസാനയ്ക്ക് അറിയാമായിരുന്നോ? ഇല്ല, ഞാൻ സത്യത്തിൽ അത് ഓർത്തില്ല. വികൃതി കാണിച്ചത് എനിക്ക് കറക്റ്റാ പിടികിട്ടിയില്ല. പിടിച്ച് അമ്മ പിടിച്ച് ഒന്ന് കളിക്കുന്ന കാണിക്കിട്ട് ഇങ്ങനെ തല്ലുന്ന പോലെ എങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കത് പിടികിട്ടിയേനെ. ഏതായാലും മാക്സിമം ശ്രമിച്ചു രണ്ടുപേരും. ശാശ്വതി, എനിക്ക് തോന്നുന്നു നജീമൊക്കെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടെന്നെ തോന്നിയത്. കാരണം ദൈവത്തിൻ്റെ എന്ന് വരെ പറഞ്ഞപ്പോൾ ശരിക്കും ഇപ്പം എന്നെ പറയും തോന്നി. എന്താ പറയാ, പേര് എന്റെ മനസ്സിൽ ഓർമ്മ വന്നില്ല. വികൃതി കാണിക്കുന്ന ഒരു കുട്ടീനെ അടിക്കണ പോലെയൊക്കെ ആദ്യമൊക്കെ കാണിച്ചു. ആദ്യമൊക്കെ അത് കാണിച്ചു, അടി കൊടുക്കണ പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറയുന്നു വിചാരിച്ചു. ഓക്കേ ചേച്ചി, ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുന്നില്ല. അല്ല, എനിക്ക് കുട്ടി കളിക്കുന്നു അപ്പൊ പിടിച്ചോണ്ട് പോകുന്നു, അപ്പൊ എനിക്ക് ആ പേര് ഒരു ഇത് വന്നില്ല. ഇതാണ് നേരത്തെ സുമേഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ, പിന്നെ സിറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ശ്വേതാജി പറഞ്ഞു തന്നില്ലേ. അതായത് ഒരു കാര്യം കാണുമ്പോൾ നമ്മളുടെ മനസ്സിലെ കുറേ ചിന്തകളും കുറച്ച് കാര്യവും കാണും. നമ്മുടെ മുഴുവൻ മനസ്സിലെ ചിന്തകൾ കളഞ്ഞിട്ട് അത് മുഴുവനായിട്ട് അവിടെ ശ്രദ്ധിച്ചാലേ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളുടെ അറിവും കൂടെ ചേർത്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ പകുതി മനസ്സും എവിടെ കിടന്നെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ ബാക്കിയുള്ള ദൈവത്തിൻ്റെ സിനിമകൾ ഏതൊക്കെ എനിക്കറിയാമെന്നതിലേക്ക് പോയി. അപ്പോൾ ഈ കാഴ്ച കണ്ടില്ല. പക്ഷെ നല്ല ട്രൈ ആയിരുന്നു. നജ്മുദ്ദീൻ്റെ ഭാഗത്തുനിന്ന് നല്ല ശ്രമമുണ്ട്. അതെ, ഇത്ര ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ മനസ്സിലായല്ലോ. അപ്പോൾ ചേച്ചി, നജ്മുദ്ദീൻ നന്നായിട്ട് ആക്ട് ചെയ്ത് കാണിച്ചു. അതിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സരസ്വതിയൊക്കെ വന്നല്ലേ, സരസ്വതി ദേവിയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ദൈവങ്ങളുടെ പേര് മുഴുവൻ അപ്പോൾ പറയുമെന്ന് വിചാരിച്ചു. പക്ഷേ ലീലയും കളിയും വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തത് പറയുമെന്ന്. ലീല പറഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് സന്തോഷം കൊണ്ട് ഒരു എക്സ്പ്രഷൻ കാണിച്ചു. ലീല അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മനസ്സിലായി, അപ്പോൾ അടുത്ത വേർഡ് അതായിരിക്കും എന്ന് വിചാരിച്ചു. ബട്ട് എനിവേ നൈസ് ട്രൈ, നന്നായിരുന്നു. നജ്മുദ്ദീൻ നന്നായിട്ട് ചെയ്തു. സോ മാർക്സ്, ലക്ഷ്മി 6 മാർക്സ്. ലെനി 5.5. 5.5. ശാശ്വതി 6 മാർക്സ്. ചേച്ചി
6 marks. അംബിക ചേച്ചി 7. 7. 30.5 ഔട്ട് ഓഫ് 50. എൻ്റെ കുസൃതി ചോദ്യത്തിന് വരാൻ പോണത് ദീപു. റെഡി? റെഡി. നിങ്ങൾ മുഖ്യമന്ത്രിയായി ആർക്കൊക്കെ എന്തൊക്കെ വകുപ്പുകൾ കൊടുക്കും നിങ്ങൾ? ഭക്ഷ്യ വകുപ്പ്. സംശയമൊന്നുമില്ല, ശാശ്വതി. ഓ. വനം വകുപ്പ്. വനം വകുപ്പ് റോണിച്ചേട്ടനെ ആയിരിക്കാം. ഓഹോ. കൃഷി. എനിക്ക് തോന്നുന്നു നജിബുദ്ദീൻ ചിലപ്പോൾ ചെയ്യും. ഓക്കേ ഓക്കേ. എക്സൈസ്. ഒരു സംശയമില്ല, അനുചേട്ടൻ. ഓക്കേ. ചീഫ് വിപ്പ്. ചീഫ് വിപ്പ് വായി തോന്നി എന്തും പറയുന്ന ആളായിരിക്കണം. മണികണ്ഠൻ. ചില സിനിമേൻ്റെ ക്യാരക്ടേഴ്സ്, സിനിമയിൽ ഫേമസ് ക്യാരക്ടേഴ്സ് പറയാൻ പോവാണ്. ആര് ചെയ്താലാണ് നന്നാവുക? ആകാശ് മെനോൻ, പച്ച കുതിര. അതെനിക്കാണ് ആ ക്യാരക്ടർ നന്നായിട്ട് എന്താ പറയുക, അധികം അഭിനയിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ സുമേഷ് ആയിരിക്കും. അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ കളിയാക്കി പറഞ്ഞു. ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് മൃഗങ്ങളാവാം. കരടി. റോണി ചേട്ടൻ. അയ്യോ. കുറുക്കൻ. മഞ്ചേഷ്. പാമ്പ്. പാമ്പ്. ബുദ്ധികൂർമ്മത, സൗന്ദര്യം, ലെനി ചേച്ചി. ലെനി ചേച്ചി. ഓക്കെ. ഒരാൾ എക്സസൈസും ഒരാൾ പാമ്പും. കറക്റ്റ് കപ്പിൾ. ഓക്കെ. ഇവിടെ ഏറ്റവും കൂടുതൽ അസൂയയും കുശുമ്പും ഉള്ള ജഡ്ജ് ആരാണ്? അസൂയയും കുശുമ്പും ഉള്ളത് റംസാന. നിങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടിയാൽ ഒരിക്കലും വീട്ടിൽ കേറ്റില്ല എന്ന് വിചാരിക്കുന്ന ഫാമിലി ആരുണ്ടാവുക? നല്ല ചോദ്യങ്ങളാട്ടോ. ഉണ്ടാക്കിയ ആളൊന്ന് കാണണം. ലെനി ചേച്ചി അനുചേട്ടനെ വീട്ടിൽ കയറ്റില്ല, എൻ്റെ മനസ്സിലേ കയറ്റുള്ളൂ. എന്തായാലും ലെനി ഫ്ലാറ്റിൽ കേറ്റൂല കേട്ടോ, ഫ്ലാറ്റിൽ കേറ്റൂല. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടോ? റംസാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അസൂയ കുശുമ്പ് എന്തിലാണ് പ്രതിഫലിച്ചതെന്ന് എനിക്ക് അറിയണം. ഇല്ലാതെ പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അത് പറ്റില്ല. എന്തായാലും അതിന്റെ റീസൺ അറിയണം. വേറെ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കുസൃതി ചോദ്യം? നല്ല ചോദ്യം. അല്ല ശ്വേത ചോദിച്ചില്ലേ എൻ്റെ ചോദ്യം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ചോദ്യം, എനിക്ക് ഇട്ട് തന്ന ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ. ലക്ഷ്മി. നല്ല ആൻസേഴ്സ് ആയിരുന്നു. പിന്നെ റോണി ചേട്ടൻ തന്നെയാണ് വനം വകുപ്പും കരടിയും പറഞ്ഞ. എന്താണെന്ന് മനസ്സിലായില്ല. രണ്ടും ഒരു ഇതിൽ വരുന്ന ആളാണല്ലേ. കൊള്ളായിരുന്നു. താങ്ക് യു. ലെനി. എക്സസൈസും പാമ്പും നല്ല മാച്ചാ. എക്സസൈസ് കഴിഞ്ഞാൽ പാമ്പ് സ്വന്തം ഡാൻസ് ചെയ്യും. നല്ല മാച്ച്. അഞ്ചാറ് പറ്റിയ വകുപ്പാണ് കിട്ടിയത്. ഞാനടുത്ത് പാമ്പ് അവിടെ പറയുമെന്ന്. പിന്നെ ഞങ്ങളെ എന്താ ആദ്യം മനസ്സിൽ കേട്ടിട്ട് വീട്ടിൽ കെട്ടുമോ? മനസ്സിൽ കേട്ടിട്ടാണോ വീട്ടിൽ കേട്ടാണ് ഉദ്ദേശം? അല്ല, മനസ്സിലേ കയറ്റുള്ളൂ. മനസ്സിൽ നിങ്ങളുടെ സാധനം ഉണ്ടാവുന്ന ഉദ്ദേശിച്ചത്. അത് മതി, മനസ്സിൽ കേട്ടിട്ട് വീട്ടിൽ കെട്ടണം കേട്ടോ. വീട്ടിൽ കേട്ടില്ല. ഫ്ലാറ്റ് കിട്ടിയാലല്ലേ. ഓക്കെ. ശാശ്വതി. ദീപ് ചേട്ടാ നന്നായിരുന്നു, എല്ലാ ഉത്തരങ്ങളും നല്ലതായിരുന്നു. ഓക്കെ. സോ മാർക്സ്. ലക്ഷ്മി 8.5. 8.5. ലെനി 8.5. 8.5. ശാശ്വതി 8. ചേച്ചി 8. അംബിക ചേച്ചി 8.5. 41.5 ഔട്ട് ഓഫ് 50. ഗുഡ്. ഡംഷറാണ് വരാൻ പോകുന്നത്. മഞ്ചേഷ് ആൻഡ് ഷാജിത. 3 മിനിറ്റ്. ഇത്രയുള്ളൂ. അവിടെ നിന്ന് ഇങ്ങനെ വരണം കേട്ടോ. ഓക്കെ. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആകാശം. ആ. മോളില്. ആ. ഞാൻ മീൻവെട്ടി. വിരൽ. ആ. തോക്ക്. ഞാൻ മീൻ. മീനിന്റെ വിരല്. വിരൽ. മുള്ള്. വിരൽ. മീൻ. കുഞ്ഞ്. വിരൽ. ചെറുത്. മീൻ ചെറുത്.
അത് ഓക്കെ. മീൻ ചെറുതല്ല. അല്ല. ചെറിയ മീൻ. നെത്തോലി ചെറിയ മീനല്ല. ഞാനിവിടെ നിൽക്കുന്ന ആരും കാണില്ലേ? ഷാജിദേ. ലക്ഷ്മി. മഞ്ചേഷ ആദ്യം അവിടെ ഇരുന്നില്ലേ മീൻ വെട്ടാൻ, ആ ഒരു ഇവിടെ സോങ്ങിൽ ഡാൻസിന് ചെയ്തിട്ട് സോങ്ങിൽ അതേ ഒരു പോസ് ഉണ്ടായിരുന്നു മഞ്ചേഷിന്. അല്ല എന്താണെന്നറിയോ, ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഉദ്ദേശിച്ച മാർക്കറ്റിലെ കാര്യം ഉദ്ദേശിച്ചു. അവളോർത്ത് ആകാശത്താന്ന്. ഓക്കെ, അപ്പം ഞാൻ ഓർത്ത് ഈ വെട്ടി ഇടുമ്പോഴത്തേക്കും വലിയ മീൻ കഷ്ണങ്ങളാണെന്ന് ഓർത്ത്. പക്ഷെ വിരൽ കൊണ്ട് കാണിക്കുന്ന ഈ മീനിന്റെ ഒരു വലിപ്പമാണെന്നുള്ള പിന്നെ മനസ്സിലായത്. നന്നായിട്ട് ചെയ്തു. നല്ല സൂപ്പറായിട്ട് നിങ്ങൾ ചെയ്തു. മീൻ കാണിച്ചത് വളരെ നേരത്തെ തന്നെ ഷാജിദയ്ക്ക് മനസ്സിലായി. ചെറുത് കാണിച്ചതാണ് കൺഫ്യൂഷൻ ആയി പോയത്. പിന്നെ ആ ഒരു ആക്ഷനിൽ നിന്നു. അത് ഷാജിദയെ രക്ഷിച്ചു സത്യം പറഞ്ഞു. ശാശ്വതി. മനുഷ്യേട്ടാ നല്ലോണം ചെയ്തു. ഷാജിദയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റി. ആ മാർക്കറ്റിലെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മീൻ എന്നൊക്കെ ഉള്ളത് മനസ്സിലായി. ഷാജിദയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. ചേച്ചി. ഞാൻ വിചാരിച്ചു മുള്ള കാണിക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലായി. അത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും വേറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാ പിന്നെ അത് വിട്ടിട്ട് ഇങ്ങനെ അതാണ് ചേച്ചി. എനിക്ക് ആ മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിരലിങ്ങനെ ചെറിയ മീനെന്ന് കാണിച്ചു എന്നിട്ട് എന്തോ കാര്യം പറയുമ്പോ അല്ല അല്ലേ എന്ന് ചോദിച്ചില്ലേ, എന്തൊരു ടെൻഷനായിരുന്നു ഇവരുടെ മുഖത്ത്. എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു ഇപ്പൊ പൊട്ടിത്തെറിക്കുമെന്ന്. അപ്പോ മാർക്സ് ലക്ഷ്മി 9 മാർക്സ്. 9 മാർക്സ്. ലെനി 9.5. 9.5. ശാശ്വതി 9 മാർക്സ്. 9 മാർക്സ്. ചേച്ചി 9 മാർക്സ്. 9 മാർക്സ്. അംബിക 9. 9. 45.5 out of 50. വിജയ്ക്ക് ലഭിക്കാൻ പോകുന്ന മിർ റിയാൽറ്റേഴ്സിന് 1 കോടി രൂപയുടെ സമ്മാനമാണ്. ദിസ് ഇസ് ശ്വേത മേനൻ സൈനിങ് ഓഫ് ഓൺ ലുലു സെലിബ്രേറ്റ് വർദ്ധേല ഭാര്യ സീസൺ 3 പവർഡ് ബൈ വിവൽ. ഗുഡ് നൈറ്റ്.